നിലമ്പൂർ വോട്ട് എണ്ണുന്നു. ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. സ്വരാജ് രണ്ടാമത്, PV അൻവർ മൂന്നാമത്, മോഹൻ ജോർജ് നാലാം സ്ഥാനത്ത്. നിലവിലത്തെ അവസ്ഥ അതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആദ്യ റൗണ്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രതീക്ഷിച്ച വോട്ട് നേടിയെന്ന് UDF പറയുന്നുണ്ടെങ്കിലും അവരുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് നില താഴേക്കാണ്. അൻവർ ആ വോട്ട് കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ. ഏതായാലും 2000-ലേറെ വോട്ടിന്റെ ലീഡിലേക്ക് മാറുന്നു ആര്യാടൻ ഷൗക്കത്ത്. 15,335 ആര്യാടൻ ഷൗക്കത്ത്, 13,045 സ്വരാജ്, 5,539 PV അൻവർ, 1,902 വോട്ടുകൾ മോഹൻ ജോർജ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ലീഡ് 2000-ന് മുകളിലേക്ക്, 2200-ലേക്ക് വരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ്. ആദ്യ റൗണ്ടുകളിൽ വോട്ടെണ്ണുന്നത് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അവിടെയാണ് സ്വരാജിന് അടുത്തു നിൽക്കാൻ കഴിയുന്നത് എന്നോർക്കണം. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിന് പിടിച്ചു നിൽക്കാനാകുമോ? അവിടെ PV അൻവർ LDF-ന്റെ വോട്ട് ചോർത്തുമോ? രണ്ട് കക്ഷികളുടെയും വോട്ട് ചോർത്തുകയാണ് PV അൻവർ എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ആശ്വസിക്കാം. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിലും ജയിച്ചു കയറാനാകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ സ്വരാജ് നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ PV അൻവറിന്റെ കാര്യം എടുത്തു പറയാതെ വയ്യ. സാനു, തുടരാം. തീർച്ചയായിട്ടും PV അൻവർ UDF-ന്റെ വോട്ട് ബാങ്കിൽ ഊട്ട വീഴ്ത്തി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതിൽ നിന്ന് UDF-ന്റെ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് PV അൻവറിന്റെ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 5000 കടന്നുകൊണ്ടുള്ള 5500 കടന്നുകൊണ്ടുള്ള ആ ഒരു സംഖ്യ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് വഴിക്കടവും അതേപോലെ തന്നെ തൊട്ട് സമീപത്തെ പഞ്ചായത്തുള്ള മൂത്തേടത്തും വോട്ടെണ്ണി തീരുമ്പോഴേക്കാണ് ഈ അൻവറിന്റെ ഈ ഒരു 5000 കടന്നുള്ള 5500 കടന്നുള്ള ആ ഒരു സംഖ്യ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ UDF വലിയൊരു മുന്നേറ്റം നടത്തും. UDF വലിയൊരു ഭൂരിപക്ഷം നേടും, അല്ലെ വലിയൊരു സംഖ്യയിലേക്ക് ഈ വഴിക്കടവും മൂത്തേടവും ഒക്കെ കടക്കുമ്പോഴത്തേന് എത്തുമെന്ന് വിചാരിച്ചവിടത്താണ് UDF-ന്റെ കാലിടർച്ചുകൊണ്ട് അൻവറിന്റെ ആ ഒരു ഓട്ടം, അല്ലെ ഒരു തേരോട്ടം ഇവിടെ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതും കാണേണ്ടതും NDA-യുടെ ഒരു മുന്നേറ്റമാണ്. ഈ രണ്ട് പ്രദേശങ്ങൾ എണ്ണിക്കഴിയുമ്പോഴത്തേനും NDA സ്ഥാനാർത്ഥി 2000-ഓളം വോട്ടുകൾ, 2000-ലധികം വോട്ടുകൾ നേടുന്ന ഒരു സാഹചര്യം. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് NDA-ക്ക് അവിടെ ഒരു സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വോട്ട് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഇടത് വലത് മുന്നണികൾക്കൊരു ഭീഷണിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഇപ്പോൾ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്, വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് UDF-ന്റെ കേന്ദ്രങ്ങളിലാണ്. ആ UDF-ന്റെ കേന്ദ്രങ്ങളിൽ തന്നെ വന്നിരിക്കുന്ന ആ ഒരു വോട്ട് ചോർച്ച, അൻവർ നേടിയിരിക്കുന്ന ആ ഒരു മുന്നേറ്റം, അൻവർ നടത്തിയിരിക്കുന്ന ആ ഒരു മുന്നേറ്റം ശരിക്കും UDF കേന്ദ്രങ്ങൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊട്ടു പിന്നിൽ സ്വരാജ് നിൽക്കുന്നു. ഈ ആദ്യ മണിക്കൂറുകൾ നേടിയിരിക്കുന്ന ഈ 2000-ഓളം വോട്ടുകളിൽ 2000-ലധികം ഒരു ഭൂരിപക്ഷം അല്ലെ മുന്നിട്ട് നിൽക്കുന്നതൊന്നും ഇനി വരാനുള്ള പ്രദേശങ്ങളിൽ അത് ആവർത്തിക്കില്ല എന്നാണ് LDF വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വരാനിരിക്കുന്ന വോട്ടുകൾ എണ്ണാനിരിക്കുന്ന പ്രദേശങ്ങൾ, നിലമ്പൂർ നഗരസഭയടക്കമുള്ള പ്രദേശങ്ങളിൽ അൻവറിന്റെ സാന്നിധ്യം എത്രത്തോളം ആയിരിക്കും എന്ന് കണ്ടുകൊണ്ട് വേണം, അല്ലെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള വിജയ പരാജയങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവസാന ഘട്ടം വരെ കാത്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങളിലെത്തിയാലും അതിശയിക്കേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും NDA എത്രത്തോളം വോട്ട് നേടും, ഈ പ്രദേശങ്ങളിൽ നിന്ന് NDA സമാഹരിക്കുന്ന വോട്ടും ഒരു പ്രധാന സംഭവമാണ്. അതായത് മുൻപില്ലാത്ത രീതിയിൽ ഒരു മുന്നേറ്റം NDA ക്യാമ്പുകൾക്ക് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ LDF കേന്ദ്രമായിട്ടുള്ള ചുങ്കത്തറ പഞ്ചായത്ത്, അതേപോലെ കരുളായി, അമരമ്പലം പോലുള്ള പ്രദേശങ്ങളിലേക്ക്, നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തുമ്പോഴത്തേന് എത്രത്തോളം വോട്ടുകളിൽ LDF-ന് മുന്നോട്ട് പോകാൻ സാധിക്കും, ഈ രണ്ട് മുന്നണികളിൽ നിന്നും PV അൻവർ വോട്ട് ചോർത്തുമോ എന്നുള്ളതൊക്കെ വലിയൊരു ആശങ്കയായിട്ട്, വലിയൊരു അങ്കലാപ്പായിട്ട് ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും NDA-യും വലിയൊരു തേരോട്ടം, വലിയ ഒരു മുന്നേറ്റം നിലമ്പൂരിൽ നടത്തുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു മുന്നേറ്റം ഇവിടെ NDA-ക്കും നിലവിൽ ആദ്യ ഘട്ടത്തിൽ, ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി സാനു.